നിങ്ങൾ മിക്കവരും സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്നാൽ സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഡീപ്പായിട്ട് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങി കഴിഞ്ഞിട്ടും ബോഡിയെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയാം. ബോഡിയെല്ലാം നോർമൽ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ പാരലൈസ് ആയ ഒരവസ്ഥയായിരിക്കും. നമുക്ക് പല രീതിയിൽ സ്ലീപ്പ് പാരാലിസിസിനെ നോക്കണം. കോമൺ ആയിട്ട് നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ സിഗ്നലും REM സ്ലീപ്പും തമ്മിലുള്ള ഒരു ഡിസ്ട്രപ്ഷൻ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ നോർമലി 4 സ്റ്റേജ് ഉണ്ട്. അതിൽ REM സ്ലീപ്പ് സ്റ്റേജിലാണ് കൂടുതലും സ്ലീപ്പ് പാരാലിസിസ് സംഭവിക്കുന്നത്. REM സ്ലീപ്പ് എന്നാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ കൂടുതലും വിവിഡായിട്ടുള്ള സ്വപ്നങ്ങളും ഡ്രീമുകളും എല്ലാം കാണുന്ന ഈ ഒരു സ്റ്റേജിലായിരിക്കും. REM സ്ലീപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. കാരണം REM സ്ലീപ്പിനാണ് നമ്മുടെ ട്രോമാറ്റിക് അല്ലെങ്കിൽ പേടിയുള്ള മെമ്മറീസൊക്കെ ന്യൂട്രലൈസ് ആകുന്നത്. അതുകൊണ്ട് തന്നെ REM സ്ലീപ്പ് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നിങ്ങളുടെ ഉറക്ക രീതിയെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്ലീപ്പ് കാണാം. ഒന്നാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പായിട്ട് കിടന്നുറങ്ങും. ഒന്ന് നമ്മൾ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് രാവിലെ ഇരുന്നേക്കുമ്പോൾ കുറച്ചൊക്കെ ഓർമ്മ കാണും. അപ്പോൾ ആ ഒരു സ്വപ്നം കാണുന്ന ആ ഒരു ഡ്രീം ഉണ്ടല്ലോ, അതിന് നമുക്ക് REM സ്ലീപ്പ് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ REM സ്ലീപ്പിൽ ബ്രെയിൻ സിഗ്നൽ ഇൻട്രപ്റ്റ് ആവുന്നതിൻ്റെ കാരണമാണ് കൂടുതലും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത്. REM സ്ലീപ്പിൽ നമ്മൾ ആ ഡ്രീമിൽ ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്രെയിൻ നമ്മുടെ ബോഡിയെ പാരലൈസ് ആക്കും. ഏകദേശം 20% ആളുകളിൽ സ്ലീപ്പ് പാരാലിസിസ് കാണാം. കൂടാതെ 15 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ സ്ലീപ്പ് പാരാലിസിസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതും കാണാം. ഈ പാരാലിസിസ് കൂടുതലും സംഭവിക്കുന്നത് നമ്മുടെ അശ്രദ്ധമായ ഉറക്ക രീതി കൊണ്ടാണ്. അല്ലാതെ ആങ്സൈറ്റി, PTSD, ബൈപ്പോളാർ ഡിസീസ് ഉള്ളവരിലും ആൽക്കഹോൾ, ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ യൂസ് ചെയ്യുന്നവരിലും സ്ലീപ്പ് പാരാലിസിസ് കാണാം. സ്ലീപ്പ് പാരാലിസിസ് നമ്മുടെ ബോഡി വലിയ ഡേഞ്ചറായിട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.